ആരോഗ്യ സംരക്ഷണത്തിന് 4 കാര്യങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, 2 ശുചിത്വമാണ്, 3 വ്യായാമം, 4 വിശ്രമം. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ആരോഗ്യ സംരക്ഷണം സാധ്യമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമാണ്, ഭക്ഷണമാണ്. ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മളെ മുമ്പിലേക്ക് അതിന് നല്ലൊരു പെരുമാറ്റച്ചട്ടം വെച്ചിട്ടുണ്ട്. ആരോഗ്യദായകമായ ആഹാരക്രമം. അള്ളാഹു പറയുന്നത് കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലത് മാത്രം കഴിക്കുക എന്നതാണ്. അള്ളാഹു നമുക്ക് നല്ലതേ തന്നിട്ടുള്ളൂ. അള്ളാഹു അനുവദിച്ചതാണ് ഹലാല്, ത്വയ്യിബ്. 2 പ്രയോഗം ഖുർആനിൽ കാണാം. അഥവാ അള്ളാഹു അനുവദിച്ചതൊക്കെ നല്ല കാര്യങ്ങൾ, നല്ലതല്ലാത്ത ഒന്നും നമുക്ക് അനുവദിച്ചിട്ടില്ല. നമ്മളോട് കഴിക്കരുത് എന്ന് അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഗുണമില്ലാത്തതാണ്. വലഖദ് കറംനാ ബനി ആദമ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. മനുഷ്യനെ ഞാൻ ആദരിച്ചു, അവന് മേത്തരം ആഹാരങ്ങൾ നാം ഭക്ഷണമായി നിശ്ചയിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു പാടത്ത് നമ്മൾ നെൽകൃഷി ഇറക്കിയാൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മൾ ആഹരിച്ച് അതിൻ്റെ വൈക്കോല നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കുന്നത്. ഒരു വാഴപ്പഴമുണ്ടായാൽ മാംസളമായ പഴം നമ്മൾ തിന്ന് അതിൻ്റെ തോടാണ് നമ്മൾ ആടിന് കൊടുക്കുന്നത്. മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചതൊക്കെ നല്ല ആഹാരമാണ്. തുടർന്ന് അള്ളാഹു പറഞ്ഞു, വലാ തതഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി. ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, ഞാൻ വെച്ച ക്രമം പാലിക്കണം. അതിനെ അതിരുവിട്ടു പോയാൽ നിങ്ങളുടെ മേൽ എൻ്റെ കോപം ഇറങ്ങും, അത് വലിയ ദുരന്തത്തിന് കാരണമാകും. അപ്പം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ആഹാരങ്ങളെ മാത്രം കഴിക്കുക എന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ആദ്യം ശ്രമിക്കേണ്ടത്. ഹലാലു മാത്രം തിന്നുക. ഹറാമായത് നമ്മൾ തിന്നാൽ നമ്മളെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും എല്ലാം നമുക്ക് നഷ്ടപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ആഹാരം കഴിച്ച് നമ്മളെ ശരീരത്തിൽ ഒരു കോശം വളർന്നിട്ടുണ്ടെങ്കിൽ അത് നരകത്തിൽ കത്താനുള്ളതാണ്. അപ്പം നമ്മളെ ഭൗതികമായ ശരീരത്തിൻ്റെ സർവനാശത്തിനും കാരണമാകും, ആത്മീയതയുടെ തകർച്ചയ്ക്കും അത് കാരണമായിത്തീരും. ഹലാല് മാത്രം കഴിക്കുക. 2 ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നി. ഒരു മനുഷ്യനും ഏറ്റവും നാശകരമായ ഒരു പാത്രം, ഒരു സഞ്ചി അവൻ നിറക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വയറാകുന്ന സഞ്ചിയാണ്. അത് നിറക്കുന്നത് പോലെ നാശം പിടിച്ച വേറൊരു സഞ്ചിയും ഇല്ല. അപ്പോൾ വയറ് നിറക്കുക എന്നത് നമ്മളെ ആരോഗ്യത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബിഹസ്ബി ബിനി ആദമ ഉകുലാത്തുൻ യുഖിംന സുൽബ. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഒരു വിശ്വാസിക്ക് അവൻ്റെ മുതുകിനെ നേരെ നിർത്താൻ മാത്രമുള്ള ഏതാനും പിടി ആഹാരം മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളുടെ അധ്വാനം എത്രയാണോ, അവൻ ആവശ്യമായ ഊർജം എത്രയാണോ, അതവൻ്റെ അധ്വാനത്തിൻ്റെ അളവനുസരിച്ചാണ്. ആ തോതനുസരിച്ച് അവൻ ആഹാരം കഴിക്കേണ്ടതുള്ളൂ. ഒരു കൈക്കോട്ടെടുത്ത് കളക്കാൻ പോകുന്ന ഒരാളാണ്, കല്ല് തലയിൽ ചുമക്കുന്ന ഒരാളാണ്, അയാൾക്ക് കുറച്ച് കൂടുതൽ ഊർജം ആവശ്യമുണ്ടാവും. അതിനനുസരിച്ച് അയാൾ ആഹാരം കഴിക്കണം. ഒരു കാഷ്യറായി വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അതിനനുസരിച്ച് ആഹാരം കഴിച്ചാൽ മതി. ഒരാൾക്ക് ആവശ്യമുള്ള ഊർജം എത്രയാണോ അതിനൊരു കണക്ക് വെച്ചിട്ടാണ് ആഹാരം കഴിക്കേണ്ടത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഫൈൻ കാന ലാ മുഹാല. ഇനി അയാൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ലെങ്കിൽ, സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ടൊന്നും ക്ഷമിക്കാൻ പറ്റണില്ലെങ്കിൽ ഫസുലുസുൻ ലി ത്വആമി, വയറിൻ്റെ 1/3 ആഹാരത്തിനും, വസുലുസുൻ ലി ശറാബി, 1/3 വെള്ളത്തിനും, വസുലുസുൻ ലി നഫസി, 1/3 ഭാഗം ശ്വാസോച്ഛ്വാസത്തിൻ്റെ സൗകര്യത്തിനും വേണ്ടി അയാൾ ഒഴിച്ചിടണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ നമ്മളെ അലട്ടുന്ന മിക്ക രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതൊരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ആരോഗ്യ രഹസ്യവും ഇതായിരുന്നു. ഇമാം തബരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനാവശ്യാർത്ഥം പല രാഷ്ട്ര നേതാക്കൾക്കും കത്തയച്ച കൂട്ടത്തിൽ ഈജിപ്തിലെ മുഖൗഖിസ് രാജാവിനും അവിടുന്ന് കത്തയച്ചിരുന്നു. അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ നബി തങ്ങൾക്ക് കൊടുത്തയച്ചു.
മാരിയത്തുൽ ഖിബ്തിയ എന്ന നബിതങ്ങളുടെ ഇണയായി മാറിയ ആ മഹദി അടക്കം ആ സമ്മാനത്തിൽ പെട്ടതായിരുന്നു. അന്ന് ഒരു വിദഗ്ധനായ ഡോക്ടറും കൂടി ഈജിപ്തിൽ നിന്ന് മദീനയിൽ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമ്മാനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാം. എന്നിട്ട് പറഞ്ഞ കാരണം എന്താണ്? ലാ ഹാജത ലനാ ബിക്, നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഡോക്ടർ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു സാമൂഹിക ആരോഗ്യാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടാകുകയാണ്. അതിന്റെ കാരണമായി അവിടുന്ന് പറഞ്ഞത് നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജുഅ, ആഹാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ സമീപനം എന്താണ്? ഞങ്ങൾ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ. ഇതാ ഞങ്ങളെ തിയറി. വിശപ്പ് എന്ന് പറയുന്നത് പ്രകൃതിപരമായി ആഹാരം കഴിക്കാനുള്ള ബെല്ല് മുഴങ്ങുകയാണ്. വിശപ്പ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ട് എന്നാ. അപ്പം നമ്മൾ ആഹാരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിശപ്പുണ്ടെങ്കിലേ കഴിക്കാവൂ എന്നുള്ളതാണ്. നമ്മളൊക്കെ ശീലിച്ചത് സമയത്തിന് കഴിക്കണം എന്നതാണ്. അതിന് എതിർപ്പൊന്നുമില്ല, സമയത്ത് അതിനൊരു കറക്റ്റ് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ വിശപ്പില്ലെങ്കിൽ ആ സമയത്ത് കഴിച്ചോളണമെന്നില്ല. ഒരു 10 മണി 11 മണിയാകുമ്പോൾ നല്ല പൂള പിഴുങ്ങിയതും പോത്തിറച്ചിയൊക്കെ വെട്ടി അത് വയറ്റിൽ കിടക്കെ 1 മണിയാകുമ്പോൾ സാധാരണ ചോറ് നിന്ന പതിവുള്ളതാണ്, അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിന്നേണ്ടതില്ല എന്ന്. വയറിന് വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാവൂ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അക്കൽന ലാ നശ്ബഉ, ഞങ്ങൾ വയറ് നിറച്ച് തിന്നാറില്ല. തിന്നാൻ തുടങ്ങിയാൽ വിശന്നാൽ തിന്ന, വിശപ്പ് മാറിയാൽ നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ വയറ് നിറക്കുക എന്നത് ഞങ്ങളെ ശീലമല്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡോക്ടറുടെ തന്നെ ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ കടന്ന് ബുദ്ധിമുട്ടേണ്ട, ഈജിപ്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുവീൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് വലിയൊരു പാഠമാണ്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നിടത്ത് ഈ മിത രീതിയിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. നമ്മൾക്ക് സാധിക്കാത്ത ഒന്നും അത് തന്നെയാണ്. ഭക്ഷണം കുറക്കണമെന്ന് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും അത് കുറക്കാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതിന് ചില പോംവഴികളുണ്ട്. ഒന്ന്, ആഹാരം തീൻമേശയിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നതിൻ്റെ ഐറ്റംസ് കുറക്കുക എന്നതാണ് ആഹാരം കൂടുതൽ തിന്നുപോകാതിരിക്കാനുള്ള ഒരു വഴി. ഇപ്പം പലജാതി ഐറ്റംസ് ഉണ്ടാകുന്നത് കൊണ്ട് എല്ലാം ഒന്ന് തോണ്ടി നോക്കാഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതുകയാണ്. അങ്ങനെ 10-12 ഐറ്റംസ് ഓരോന്ന് നമ്മൾ കഴിച്ചാൽ നമ്മളെ നേരത്തെ പറഞ്ഞ അതിര് വിട്ടു പോകുകയാണ്. അത് നമുക്ക് അപകടമാണ്. ഇനി ഒരു ഇക്രാമിൻ്റെ ആഹാരമുണ്ട്, ഒരു സൽക്കാരം നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു ചോറ് മാത്രം അവിടെ വിളമ്പുന്നത് ഒരാദരവ് കുറവാണ്. അവിടെ വ്യത്യസ്ത ആഹാരങ്ങൾ ഉണ്ടാവും, പക്ഷെ കഴിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഐറ്റംസ് മാത്രം തിന്നുക. ബിരിയാണിയാണോ കഴിക്കുന്ന ആ ബിരിയാണി, പിന്നെ ബിരിയാണിയും ചപ്പാത്തിയും പൊറാട്ടയും അതിൻ്റെ ഓർമ്മ ലേശൻ അവസാനം കുറച്ച് വെറുംചോറും അങ്ങനെ തിന്നുമ്പോൾ നമ്മളെ പള്ളയിൽ ഇതൊന്നും അല്ലാത്ത വേറൊന്നാണ് രൂപപ്പെടുക. അപ്പോൾ ഒരു ഐറ്റംസ് കൊണ്ട് മതിയാക്കുക, എല്ലാ ഐറ്റംസിലും കൈ വെക്കാതിരിക്കുക എന്നതാണ് ഒരു മാർഗം. എന്നാൽ നമുക്ക് തീറ്റി നിയന്ത്രിക്കാൻ പറ്റും. ഇനി അതുകൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഴയ കാലത്തെ ഭക്ഷണ രീതിയിലേക്ക് മടങ്ങുക. മേശട്ടാണ് ഇപ്പം നമ്മളൊക്കെ ആഹാരം കഴിക്കാൻ സാധാരണ ഇരിക്കുക. എല്ലാവരും വീട്ടിലും ആ സൗകര്യമുണ്ട്. മേശട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകത, നമ്മൾ മേശൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വയറ് മേശൻ്റെ ഒട്ടുക്ക് അങ്ങോട്ട് പോകും. പഴയ പള്ളിയുടെ ഒക്കെ മിഹ്റാബ് പോലെ അത് മുന്നോട്ട് നീങ്ങും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ പഴയ കാലത്തൊക്കെ റേഷനരി ബനിയനിൽ വാങ്ങലുണ്ട്, എത്രയും കൊള്ളും എന്നതുപോലെ ആയിരിക്കും. ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എത്ര തിന്നാലും പള്ള നീർന്ന് ഇങ്ങനെ മേശൻ്റെ ഒട്ടുക്ക് പോകണേ നമ്മൾ അറിയില്ല. അതിന് പകരം എന്ത് ചെയ്യുക, നിലത്ത് സുപ്ര വിരിച്ചിരുന്നാൽ ഒരു 3-4 മടക്കായി നമ്മളെ വയറ് ചുരുണ്ട് കിടക്കും. അപ്പോൾ കുറച്ച് തിന്നുമ്പോഴേക്ക് നിറഞ്ഞെന്ന് തോന്നും, എഴുന്നേറ്റ് നടക്കുമ്പോൾ അതൊരു പാകത്തിലായി മാറും. ആ ഒരു ക്രമത്തിലേക്ക് വന്നാലും നമുക്ക് ആഹാരം കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് ശരിയായ വഴി. അങ്ങനെ ആഹാരം അമിതമായി തിന്നാതിരിക്കാൻ ശ്രമിക്കുക.